കൊല്ലം നഗരസഭയിൽ ടാബുകൾ ഉപേക്ഷിച്ച നിലയിൽ പിന്നിലുള്ള കാരണം അന്വേഷിച്ചു വരികയായിരുന്നു. കണ്ണൻ നായരാണ് വിവരങ്ങളുമായി ചെന്നത്. കണ്ണൻ, കൊല്ലം കോർപ്പറേഷനിൽ ടാബുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? അതിനകത്ത് വന്നത് ഇപ്പോഴും ഇത് ഉപയോഗപ്രദമാണെന്ന് തെളിയിക്കാൻ പറ്റില്ല. വെള്ളം മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കൊല്ലം കോർപ്പറേഷനിലെ മുല്ലയോട്ടൽ കേന്ദ്രം കുറേയേറെ നാളുകളായി അടച്ചിരിക്കുകയായിരുന്നു. ഇന്ന് തുറക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് കൊല്ലം കോർപ്പറേഷൻ മേയർ അടക്കമുള്ള ആൾക്കാർ ഇവിടെ എത്തി തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് കണ്ടത്. എത്ര ടാബ്ലറ്റ് ഉണ്ട്? ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 165 എണ്ണമാണ്. ഏകദേശം എൻ്റെ ബണ്ടിലിൻ്റെ കണക്കനുസരിച്ച് 250ഓളം കാണേണ്ടതാണ്. 165 എണ്ണമാണ്. ഒരു പ്രാവശ്യം പോലും ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനകത്ത് എലി കയറിയും വെള്ളം കയറിയും ഒക്കെ ഒരുപാട് ചീത്തയായിട്ടുണ്ട്. ഇതിപ്പോൾ ആ കാലഘട്ടവും കഴിഞ്ഞു പോയി. ഇത് 2010-12 കാലയളവിലൊന്നും വാങ്ങിയതാണ്. പക്ഷേ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. ഒന്നുമില്ലായിരുന്നെങ്കിൽ അതിൻ്റെ ആ പ്രോജക്റ്റിന് പറ്റിയില്ല എങ്കിൽ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ കഴിയും. അന്ന് ഈ കാലഘട്ടത്തിൽ ടാബ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ചിന്തിക്കാൻ പോലും എന്തിനു വേണ്ടി വാങ്ങിയെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്ത് ഉപയോഗത്തിനാണ് വാങ്ങിയതെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണ്. ഇന്നലെ മാത്രമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്നിപ്പോൾ രാവിലെ ഇതെടുത്ത് എണ്ണിയപ്പോൾ ഏകദേശം 165 എണ്ണം നമ്മുടെ കയ്യിലവിടെ കിട്ടിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചല്ലേ? കാര്യം നല്ല കവറിങ്ങൊക്കെ ഉള്ള. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഓപ്പറേഷൻ മാനുവലും എല്ലാം അതിൻ്റെ കൂടെ ഉണ്ട്. അത് മനസ്സിലാക്കിയപ്പം അതിൻ്റെ ആൻഡ്രോയിഡിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഏകദേശം 30,000 തൊട്ട് 40,000 വരെ വില വരാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പം ഗൂഗിളിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഏത് കാലഘട്ടത്തിലുള്ള ഇത് 2012-11 കാലയളവിലാണ്. ആ സമയത്താണ് 2000. ശരിക്കും ഒരുപക്ഷെ എന്ത് ഉപയോഗത്തിനാണെങ്കിൽ പോലും അന്ന് ആ ഉപയോഗം ശരിയായില്ല എങ്കിൽ അന്ന് ചെയ്യാൻ പറ്റുമായിരുന്നത് കോളേജ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റും. അന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാധനമാണ് ടാബ് എന്ന് പറയുന്നത്. പഠിക്കുന്ന കുട്ടികൾക്ക്, എഞ്ചിനീയറിംഗ് കോളേജ് കുട്ടികൾക്ക് ഒക്കെ കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇത് പൂർണ്ണമായും വെള്ളം കയറി എലി കയറിയും അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം പഴയ സിസ്റ്റമേ അല്ല, അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയത്. ഇപ്പോൾ ഉപയോഗപ്രദവുമല്ല. ഇനിയിപ്പോൾ ഏകദേശം 1 കോടിയോളം രൂപയുടെ സാധനമാണ് അവിടെ കൂടി കിടക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ് PP കിറ്റ് എന്ന് പറയുന്നതും. അതുപോലെ തന്നെ അന്ന് യഥാർത്ഥത്തിൽ PP കിറ്റില്ല ആളുകൾ കിടന്ന് ഓടുന്നൊരു കാലഘട്ടം നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. PP കിറ്റും വാങ്ങി ഏകദേശം 1000-ൽ കൂടുതൽ PP കിറ്റ് ഇവിടെ ഇങ്ങനെ. അത് നമുക്ക് വന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് ഈ സ്ഥലങ്ങളിലൊന്നും ഉപയോഗിക്കാൻ പറ്റാതായി. അവിടെ എല്ലാം വാരി നിറച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ എക്സ്പയറി ഡേറ്റും കഴിഞ്ഞിരിക്കുന്നു. അല്ലാതെ മറ്റാർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇപ്പം 2025 അതിൻ്റെ എക്സ്പയറി ഡേറ്റും കഴിഞ്ഞു. ഇനി ആർക്കും ഇത് കൊടുക്കാനും പറ്റുന്നില്ല. ഇത് തന്നെയാണ് കൊല്ലം കോർപ്പറേഷൻ്റെ ഗൗരവതരമായൊരു സംഭവമാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. ശ്രദ്ധയും കെടുകാര്യസ്ഥതയും. കാരണം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. എല്ലാ സ്ഥലത്തും ഫർണിച്ചർ പോലും ഇന്നും വാരി കൂട്ടിയിട്ടിരിക്കുക. പല സ്ഥലം ഉപയോഗപ്രദമല്ലാത്ത തരത്തിൽ വലിയ, അതുപോലെ ഷീ ലോഡ്ജിൻ്റെ പേര്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളൊന്ന് അറിയണം എന്നുള്ളത് ഉദ്ദേശിച്ച് മാത്രമാണ് ഇത് ചെയ്തത്. രതീഷ്, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി കാണാം. കൊല്ലം നഗരസഭയിലാണ് അത്യന്തം ഗൗരവതരമായ സംഭവം. 165 ടാബുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. 2010-12 കാലത്താണ് ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെയൊക്കെ തുടക്കത്തിലുള്ള ടാബ് ആണ് എന്നതാണ് നേരത്തെ കൊല്ലം നഗരസഭ മേയർ വിശദീകരിച്ചത്. 165 ടാബുകളാണ് അവിടെ വെള്ളം കയറിയും എലി കടിച്ചുമൊക്കെ നശിച്ച് കിടക്കുന്നത്. വലിയ നഷ്ടം, പൊതുഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കിയൊരു സംഭവമാണ്. കൊല്ലം കോർപ്പറേഷനിൽ വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു. ടാബുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. 12-15 വർഷമെങ്കിലും പഴക്കമുണ്ട്. എത്ര നാളായി അത് ഉപയോഗിക്കാതെ അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥിതിയുമല്ല. മേയർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അന്ന് തന്നെ 12-15 വർഷം മുൻപ് തന്നെ 30,000-40,000 രൂപ വിലയുള്ള ടാബുകളാണ്. ആ ടാബുകളാണ് ഉപേക്ഷിക്കപ്പെട്ടത്. കുട്ടികൾക്ക് പോലും, വിദ്യാർത്ഥികൾക്ക് പോലും നൽകിയില്ല എന്നതാണ് മേയർ നേരത്തെ വിശദീകരിച്ചത്. കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, ഇത് വലിയൊരു വീഴ്ചയാണല്ലോ. എങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്? ഇത്ര കാലം ഇത് ഈ നഗരസഭാ ഓഫീസിലുണ്ടായിരുന്നിട്ടും ടാബുകൾ ഉണ്ട് എന്ന കാര്യവും ആർക്കും അറിയില്ലായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഈ കോർപ്പറേഷൻ ഭരണസമിതി മുൻപിട്ടത്. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന PP കിറ്റാണ്. ഇത് ഫരീദാബാദിൽ നിന്ന് വന്നതാണ്. 2021 മാസം മാനുഫാക്ചർ ചെയ്തതാണ്. എക്സ്പയറി ഡേറ്റ് 2025 ഫെബ്രുവരി മാസം പൂർത്തിയായിരിക്കുന്നു. ഇത് ഇതുവരെ പൊട്ടിച്ചിട്ട് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇത് കോവിഡ് സമയത്ത് വലിയ രീതിയിൽ ആൾക്കാർ ഈ PP കിറ്റിന് വേണ്ടി ഓടി നടന്നതാണ്. ഈ ഷീൽഡ് അടക്കമുള്ള കാര്യങ്ങൾ പൊട്ടിച്ച PP കിറ്റുകളുണ്ട്. ഏതാണ്ട് 3000-ഓളം
കിറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് കോർപ്പറേഷൻ മേയർ പറയുന്നത്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ടാബുകളുടെ കാര്യമാണ്. ടാബുകളൊക്കെ തന്നെ ഇറങ്ങിയ സമയത്തുള്ള ഒരു രീതിയിലുള്ള ടാബുകളാണ്. 2011 എന്തെങ്കിലും പദ്ധതിയുടെ ഭാഗമായി വാങ്ങിയതാണോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോർപ്പറേഷൻ മേയറും അതുപോലെ തന്നെ ഭരണസമിതിയിൽപ്പെട്ട കൗൺസിലർമാരും ഒക്കെ തന്നെ ഈ സ്ഥലങ്ങളിൽ വേറെ എന്തൊക്കെ സാമഗ്രികൾ ഇതുപോലെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു പരിശോധന നടത്തുകയാണ്. ടാബുകൾ 165 ടാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പല സ്ഥലങ്ങളിലും ടാബുകളുടെ എലി കറണ്ടിട്ടുണ്ട്. ടാബുകളുടെ പുറം ചട്ടകളിലൊക്കെ തന്നെ എലി കറണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല ടാബുകൾ ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. മുൻകാലങ്ങളിൽ ഈ ടാബുകൾ വേണമെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്ക് തന്നെ നൽകാവുന്നതായിരുന്നു. എന്നാൽ അതിന് അവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു അന്വേഷണം ഇന്നലെയാണ് ഈ മുലയൂട്ടൽ കേന്ദ്രം ഒന്ന് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനെക്കുറിച്ച് കോർപ്പറേഷൻ ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായി തുറന്നപ്പോഴാണ് ഇത്തരത്തിൽ ടാബുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ ഈ പ്രദേശത്തായിരുന്നു ടാബുകൾ സൂക്ഷിച്ചിരുന്ന. ടാബുകൾ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഈ ഭാഗങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും മഴ വീണും അതുപോലെ തന്നെ എലി കറണ്ടും ഒക്കെ തന്നെ ദ്രവിച്ചിട്ടുണ്ട്. ഈ ഏതോ പദ്ധതിക്ക് വേണ്ടി വാങ്ങിയത് പദ്ധതി ഏത് പദ്ധതിയാണെന്ന് അറിയില്ല. ഒപ്പം തന്നെ ഏത് സമയത്ത് വാങ്ങിയതാണെന്ന് അറിയില്ല. 2012 or 2015 വാങ്ങിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കോർപ്പറേഷൻ മേയർ അടക്കമുള്ള ആൾക്കാർ പറയുന്നത്. അത് പൂർണ്ണമായും നശിച്ച അവസ്ഥയാണ്. കോടിക്കണക്കിന് രൂപയുടെ ഒരു അഴിമതി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് പറയേണ്ട കാര്യം. ഒന്നുകിൽ ഈ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക്, ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ മറ്റോ നൽകാമായിരുന്നു. ഇത് പൊട്ടിക്കാത്ത ടാബ്ലറ്റുകൾ പോലും, ഇതുവരെ പൊട്ടിച്ചിട്ട് പോലും ഇല്ലാത്ത ടാബ്ലറ്റുകൾ പോലും ഉണ്ട്. അതായത് ഉപയോഗിച്ചിട്ട് പോലും ഇല്ലാത്ത ടാബ്ലറ്റുകളാണ് ഇത്തരത്തിൽ ഉപേക്ഷിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഭരണസമിതി ഉന്നയിക്കുന്നത്. അതിഗൗരവതരമായ ഒരു അഴിമതിയുടെ ദൃശ്യങ്ങളാണ് കൊല്ലം നഗരസഭയിൽ നിന്ന് കാണുന്നത്. 10-15 വർഷം പഴക്കമുള്ള ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ടാബുകൾ കണ്ടെത്തുകയാണ്. PPE കിറ്റുകളും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉണ്ട്, ഉപയോഗിച്ചിട്ടില്ല. ഇത് പൂഴ്ത്തിവെച്ചത് ആരാണ്? എന്തുകൊണ്ട് ഇത് പൊതുപണം ഉപയോഗിച്ച് വാങ്ങിയ ഈ ടാബും PPE കിറ്റും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിച്ചില്ല? പൊതുപണത്തിൻ്റെ ദുർവിനിയോഗമാണ് സംഭവിച്ചത് എന്ന കാര്യം വ്യക്തമാവുകയാണ്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. അക്കാലത്ത് അത് സ്കൂൾ വിദ്യാർത്ഥികൾക്കോ കോളേജ് വിദ്യാർത്ഥികൾക്കോ ഒക്കെ നൽകാമായിരുന്നു എന്നതുപോലും പരിഗണിക്കപ്പെട്ടില്ല എന്നതാണ്. ഇനി സ്വാഭാവികമായും ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടി വരില്ലേ കണ്ണൻ? അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞോ? വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് രതീഷ്. കാര്യം കോടിക്കണക്കിന് രൂപയുടെ സാമഗ്രികളാണ്. ഇത് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിട്ടില്ലാത്ത കാര്യങ്ങളുണ്ട്. എന്തിനു വേണ്ടി ഇത് വാങ്ങിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ ഈ കോർപ്പറേഷൻ രൂപീകരിച്ചത് മുതൽ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ LDF ആയിരുന്നു ഈ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. ആ ഭരണകാലയളവിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഈ ടാബ് ഇതുവരെ ഉപയോഗിച്ചിട്ട് പോലും ഇല്ലാത്ത ടാബുകളാണ്. ഈ ഒരു ബോക്സിൽ 46 എണ്ണമുണ്ട്. അതിൽ അങ്ങനെ വരികയാണെങ്കിൽ ഏതാണ്ട് 45 എണ്ണം ഉണ്ട്. 225 ടാബുകൾ, 5 ബോക്സാണ് ഇവിടെ കിട്ടിയത്. അതിൽ 225 ടാബുകൾ കാണേണ്ടതാണ്. പക്ഷേ 165 എണ്ണമേ ഇതുവരെ ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. അത് വേറെ എവിടെയെങ്കിലും പോയതാണ്, വേറെ ഏതെങ്കിലും പദ്ധതിക്ക് ഉപയോഗിച്ചതാണോ? ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഫയലോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ കോർപ്പറേഷൻ്റെ കൈവശമില്ല. ഇത് എന്തിനു വേണ്ടി കൊണ്ടുവന്നു, എവിടെ നിന്ന് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഏത് പദ്ധതിയുടെ ഭാഗമാണ്, അതൊന്നും കോർപ്പറേഷന് കൈവശമില്ലാത്ത, ഒരു ഫയലും കൈവശമില്ലാത്ത അവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ കോർപ്പറേഷൻ മേയർ അടക്കമുള്ള ആൾക്കാർ പറയുന്നത്. നമുക്ക് ഇത് കണ്ടിട്ട്, നമ്മളുടെ നികുതി പണമാണ്, ഇത് കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നുന്ന അവസ്ഥയാണ്. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ തന്നെ നൽകിയിരുന്നെങ്കിൽ അത് അവർക്ക് കൂടുതൽ പ്രയോജനപ്രദമാകുമായിരുന്നു, ഉപയോഗപ്രദമാകുമായിരുന്നു. എന്നാൽ അതിനൊന്നും തയ്യാറാവാതെ ഇത് ഇത്തരത്തിൽ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിലേതാണ്ട് 60ഓളം ടാബുകൾ കാണാനില്ലാത്ത ഒരു സ്ഥിതി കൂടിയുണ്ട്. അത് ആര് കൊണ്ടുപോയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പദ്ധതിയുടെ ഭാഗമായി മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ തന്നെ അന്വേഷണത്തിലാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ ടാബുകൾ ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. മറ്റ് പദ്ധതികൾക്ക് വേണ്ടി നൽകാൻ സാധിക്കുമായിരുന്നു, അവർക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ആൻഡ്രോയിഡിൻ്റെ തുടക്കത്തിലുള്ള ഒരു ടാബാണെന്ന് നേരത്തെ കോർപ്പറേഷൻ മേയർ പറഞ്ഞു. കാര്യം അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടക്കമുള്ള പഴയ കാലത്തുള്ളവയാണ്. അതായത് 2011-2012 കാലഘട്ടത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ 2011-ലോ 2012-ലോ പുറത്തിറക്കിയത് അല്ലെങ്കിൽ വാങ്ങിയതായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കോർപ്പറേഷനിലെ മേയർ അടക്കമുള്ള ആൾക്കാർ എത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു ക്രമക്കേട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ഇവയൊക്കെ തന്നെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണങ്ങളാണ്. അത് വേണമെങ്കിൽ സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും കുട്ടികൾക്കോ മറ്റോ കോളേജിൽ ഉള്ള ആൾക്കാർക്കൊക്കെ തന്നെ കൊടുത്ത് അത് പഠിക്കാൻ വേണ്ടി നൽകാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അത് നൽകാതെ ഇത്തരത്തിൽ നശിപ്പിച്ച് കളയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. PPE കിറ്റിന് വേണ്ടി നമ്മൾ ഓടി നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ചും കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. ആ കാലഘട്ടത്തിൽ വാങ്ങിയ PPE കിറ്റൊക്കെ തന്നെ ഇപ്പോൾ പല നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച നിലയിലാണ്. അത് ആർക്കും കൊടുക്കാതെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. 2025 ഫെബ്രുവരി മാസത്തിൽ അതിൻ്റെ കാലാവധി കഴിയുകയും ചെയ്തു. ഇനി ഒരു കാരണവശാലും അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിലാണ് ഇത്തരത്തിലുള്ള വലിയ ക്രമക്കേട്. അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡർ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ പല സ്ഥലങ്ങളിലും കൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ള ഒരു പരാതി കൂടി ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കൊല്ലം നഗരസഭയിലാണ് ടാബുകളും PPE കിറ്റുകളും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 165 ടാബുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ടാബുകളും PPE കിറ്റുകളും ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. പ്രാഥമിക നിഗമനം അനുസരിച്ച് കോടികളുടെ പൊതുപണ ദുർവിനിയോഗം അവിടെ ഉണ്ടായി എന്നത് വ്യക്തമാവുകയുമാണ്.